ഗൾഫിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായാണ് ഞാൻ എത്തിയിട്ടുള്ളത്. വളരെ വേഗത്തിൽ നമുക്കൊന്ന് നോക്കി വരാം. UAE-യിൽ വിസ നിയമം ലംഘിച്ചവർക്കായിട്ടുള്ള പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്. പക്ഷേ ഇക്കാര്യത്തിൽ കുറെ സംശയങ്ങളും പലർക്കും ഉണ്ടായിരുന്നു. ഏതായാലും താമസ വിസക്കാർക്ക് മാത്രമല്ല ടൂറിസ്റ്റ് വിസയിലുള്ളവർക്കും ഈ പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താം. പക്ഷേ ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം തന്നെ തീർപ്പാക്കിയിരിക്കണം. പിന്നെ പൊതുമാപ്പ് നേടി നാട്ടിലേക്ക് പോകുന്നവർക്ക് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ എപ്പോൾ വേണമെങ്കിലും തിരികെ UAE-യിലേക്ക് വരാവുന്നതാണ്. മറ്റൊന്നുള്ളത്, സെപ്റ്റംബർ 1 മുതലാണ് ഇതിനുള്ള അപേക്ഷാ ഫോം ലഭിക്കുക. ഇമിഗ്രേഷൻ അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകളെ ഇതിനായി സമീപിക്കാം. ഒമാനിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് കഴിയുന്നവർക്ക് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് തൊഴിൽ മന്ത്രാലയം. എന്നിട്ടും തെറ്റ് തിരുത്താതെ, അതായത് വിസ നിയമപ്രകാരമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതെ നിയമലംഘനം തുടരുകയാണെങ്കിൽ അവരെ നാടുകടത്തുമെന്നും തൊഴിൽ മന്ത്രാലയം പറയുന്നു. മാത്രമല്ല, ഇവർക്ക് തിരികെ ഒമാനിലേക്ക് വരാൻ സാധിക്കുകയുമില്ല. നിയമലംഘകരെ നാടുകടത്തുന്നതിനുള്ള ചെലവ് തൊഴിലുടമയോ സ്ഥാപനമോ വഹിക്കണം. സ്വദേശികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള തസ്തികയിൽ പ്രവാസികൾ ജോലി ചെയ്യുന്നത് നിയമലംഘനമാണ്. ഇത്തരം തെറ്റുകൾക്ക് 1000 റിയാൽ പിഴയടച്ച് നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാവുന്നതാണ്. ബിനാമി ബിസിനസ് സ്ഥാപനങ്ങളെക്കുറിച്ച് വിവരം നൽകാൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവസരമൊരുക്കുകയാണ് സൗദി വാണിജ്യ മന്ത്രാലയം. വാണിജ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയാണ് വിദേശികൾ ബിനാമിയായി നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകേണ്ടത്. ബിനാമിയാണെന്ന് സംശയിക്കുന്ന സ്ഥാപനങ്ങളുടെ കൊമേഴ്സ്യൽ രജിസ്ട്രേഷൻ വിവരങ്ങൾ, ബിനാമി ബിസിനസ് നടത്തുന്ന വിദേശികളുടെ ഇക്കാമ നമ്പർ അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ, ബിനാമി ബിസിനസ് നടത്താൻ വിദേശികൾക്ക് കൂട്ടുനിൽക്കുന്ന സൗദി പൗരന്മാരുടെയും ഗൾഫ് പൗരന്മാരുടെയും തിരിച്ചറിയൽ കാർഡിലെ വിവരങ്ങൾ, സ്ഥാപനത്തിന്റെ പേര് വിവരങ്ങൾ, പരാതിക്ക് പിൻബലമായ രേഖകളുടെ കോപ്പികൾ എന്നിവ സഹിതമാണ് ബിനാമി ബിസിനസ് സ്ഥാപനങ്ങളെക്കുറിച്ച് മറ്റ് സ്ഥാപനങ്ങൾ പരാതി നൽകേണ്ടത്. പരാതി നൽകുന്ന സ്ഥാപനങ്ങളുടെ വിവരങ്ങളും ഈ പരാതിക്കൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിൽ പരാതികൾ നൽകുന്നവർക്ക്, ബിനാമി സ്ഥാപനങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക്, അത് സ്വദേശികളാവട്ടെ വിദേശികളാവട്ടെ, അവർക്ക് ഈ നിയമലംഘകരിൽ നിന്ന് ഈടാക്കുന്ന പിഴയുടെ 30% പാരിതോഷികമായി മന്ത്രാലയം നൽകുക. ആശുപത്രിയിൽ രോഗികൾക്ക് കൂട്ടിരിക്കുന്നത് ടെൻഷൻ പിടിച്ച പണിയാണ്, അതുപോലെ തന്നെ മടുപ്പുളവാക്കുന്നതുമാണ്. ഈ ഒരു അനുഭവം മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഖത്തറിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ. അതായത് രോഗികൾക്കും കൂട്ടിരിപ്പുകാരായിട്ട് എത്തുന്നവർക്കും വായനയുടെ പുത്തൻ അനുഭവം പകർന്നു നൽകാനുള്ള ശ്രമത്തിലാണ് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ. ഇതിനായി ഖത്തർ സാംസ്കാരിക മന്ത്രാലയവുമായി ധാരണയിലെത്തിയിട്ടുണ്ട്. രോഗികൾക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുമായി പുസ്തകങ്ങൾ വിതരണം ചെയ്യും. വായിക്കാൻ പ്രേരണ നൽകുകയും എഴുത്തിന്റെ ലോകത്തേക്ക് നയിക്കുകയുമാണ് മന്ത്രാലയവും ഹമദ് മെഡിക്കൽ കോർപ്പറേഷനും തമ്മിൽ സഹകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഹമദ് മെഡിക്കൽ കോർപ്പറേഷന് കീഴിലുള്ള 5 ആശുപത്രികളിലെ ലൈബ്രറികൾക്ക് തെരഞ്ഞെടുത്ത പുസ്തകങ്ങൾ വിതരണം ചെയ്യും.